മിനിസ്റ്റർ ശ്രീ കെ കൃഷ്ണൻകുട്ടി നമുക്കൊപ്പമുണ്ട്, വൈദ്യുതി വകുപ്പ് മന്ത്രി. വലിയ സന്തോഷം മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ്. സന്തോഷം ചേർന്നതിൽ. ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, ഞാൻ രാവിലെ ഞങ്ങൾ തിരുവമ്പാടിയിലെ ഉമ്മയെ കണ്ടിരുന്നു. അപ്പോൾ ഉമ്മ ചില പരാതികളൊക്കെ പറഞ്ഞു. ആ പരാതിയിൽ ചിലത് കഴമ്പുണ്ടെന്ന് തോന്നി. എന്നാൽ അതേസമയം KCBയുടെ ഭാഗത്ത് നിന്ന് KCBയുടെ ഓഫീസ് അടിച്ച് തകർക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചത് അടക്കമുള്ള കേസുകൾ എടുക്കണം. അത് ഈ അജ്മൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷിക്കണം. പക്ഷേ ആ ഉമ്മ ഞങ്ങളോട് പറഞ്ഞൊരു പരാതി മിനിസ്റ്ററുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. ആ ഉമ്മയ്ക്ക് വയ്യ, ആ പിതാവിനും വയ്യ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പിതാവിൻ്റെ പേരിലാണ് ആ കണക്ഷൻ ഉള്ളത്. മകൻ ചെയ്ത കുറ്റത്തിന് പിതാവിനെ ശിക്ഷിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. മിനിസ്റ്റർ, നമുക്കതങ്ങ് പരിഹരിച്ചു കൊടുത്തൂടെ? നിയമ നടപടിയിലൊന്നും തെല്ലും പിന്നോട്ട് പോകരുത് മിനിസ്റ്റർ. അതവിടെ ഞാൻ മിനിസ്റ്റർക്കൊപ്പമാണ്. അപ്പോൾ മിനിസ്റ്റർ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ ഉച്ച കഴിഞ്ഞ് പോകുന്നു. അതിൽ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അക്രമം ഉണ്ടാകില്ല എന്നുള്ളത്. എന്തറിയോ, ജീവനക്കാർ ഞങ്ങൾ കണക്ഷൻ കൊടുത്ത ശേഷമാണ് അക്രമം ഉണ്ടായത്. അതെ, അത് ഇനിമേൽ ആവർത്തിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വേണ്ട. അവരതാണ് ജീവനക്കാർ ചോദിച്ചത്. അപ്പോൾ ഞാൻ എൻക്വയറിക്ക് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒരു ഉറപ്പ് കിട്ടിയാൽ അപ്പം തന്നെ കൊടുക്കാനുള്ള ഏർപ്പാട് പറഞ്ഞിട്ടുണ്ട്. അതായത് പോലീസ് ഉറപ്പ് കൊടുത്താൽ മതി, അത് വീട്ടുകാർ ഉറപ്പ് തന്നാൽ മതിയാവോ? ഇപ്പം ഞങ്ങൾ അടക്കമുള്ളവരവിടെ ഉണ്ട്. ഇനി KCB ഉദ്യോഗസ്ഥരുടെ പോലീസ് കൊടുക്കണ്ടേ? ഇനി അക്രമം ഉണ്ടാകില്ല എന്നെങ്ങനെ കൈവയ്ക്കാൻ പാടില്ല? അതല്ലേ ഉള്ളൂ. അവർ സാധാരണക്കാർ, അവരും എന്തറിയോ, ഈ മഴയത്ത് അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോയി കണക്ഷൻ കൊടുക്കുന്നത്. നമ്മൾക്ക് കണക്ഷൻ ഒരു സെക്കൻഡ് വൈകി എന്ന് പറഞ്ഞാൽ നമ്മൾ പരാതി അവരെ വിളിച്ചു പറയും. അവർ പോയിട്ട് എത്ര ജീവനക്കാരാണ് മരിച്ചത്, അതൊക്കെ നമ്മൾ കണക്കാക്കണ്ടേ? അത് തീർച്ചയായിട്ടും KCBയിൽ ജീവനക്കാർ ചെയ്യുന്ന സേവനത്തെ നമ്മൾ പൂർണ്ണമായിട്ടും സല്യൂട്ട് ചെയ്യുന്നവരാണ്. കാരണം മഴയത്താണെങ്കിലും ഈ പറയുന്ന അപകടകരമായ സാഹചര്യങ്ങളിലെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. പക്ഷേ ഇവിടെ വൈകാരികമായൊരു റിയാക്ഷൻ ഉണ്ടായോ എന്നൊരു സംശയം. കാരണം ശരിയാണ്, ഓഫീസ് അതിക്രമിച്ചത് നമുക്ക് ന്യായീകരിക്കാനേ പറ്റില്ല, നിയമ നടപടി നേരിടണം. പക്ഷേ അതിന് ടെലിഫോണിൽ നിന്നുള്ള കണക്ഷൻ വിച്ഛേദിച്ചു. അതൊരു ഉറപ്പ് തരണ്ടേ? ഇദ്ദേഹം തന്നെ, ഈ ഉടമസ്ഥൻ തന്നെ ഇതിന് പല പ്രാവശ്യമായിട്ട് ഇവരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയൊരു ഉറപ്പ് തന്ന അദ്ദേഹവും പോലീസും കൂടി ഇരുന്നിട്ട് ഒരു ഉറപ്പ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ. ഒരു നിമിഷം മിനിസ്റ്റർ പറഞ്ഞ വളരെ റെലവൻ്റ് ആയ ഒരു പോയിന്റ് ആണ് മിനിസ്റ്റർ. ഇതിപ്പോൾ വലിയ പ്രതിഷേധത്തിലൊക്കെ പോകുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഉമ്മ കൂടി ചേരുന്നുണ്ട്. ഉമ്മയോട് ഞാൻ മിനിസ്റ്റർ പറഞ്ഞ അതേ ആശങ്ക ഞാനൊന്ന് പങ്കുവയ്ക്കാം. ഉമ്മ, മിനിസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? കണക്ഷൻ തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടും മിനിസ്റ്റർക്കോ KCBക്കോ ഇല്ല. പക്ഷേ ഇനി ഉദ്യോഗസ്ഥരെ അവിടെയുള്ള ആളുകൾ ഉപദ്രവിക്കരുത്, അവരുടെ ദേഹത്തെ കൈവയ്ക്കരുത്, അവർക്ക് സുരക്ഷ വേണം എന്നതൊന്നും ഉറപ്പ് കൊടുത്താൽ ഉടൻ തന്നെ വന്ന് കണക്ഷൻ ഇട്ടുതരാം എന്നാണ് പറയുന്നത്. ഇനി ഈ ഉദ്യോഗസ്ഥരെ ആരും അവിടെ ഉള്ളവർ ഉപദ്രവിക്കില്ലല്ലോ അല്ലേ ഉമ്മ? അവരെ ഉപദ്രവിച്ചിട്ടില്ല, നമ്മളെ ഭാഗത്തുനിന്ന് ഉപദ്രവിച്ചിട്ടില്ല. അവർ വന്നവർ വീട്ടിലുള്ള എന്നെയാണ് ഉപദ്രവിച്ചത്. പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് ഉപദ്രവം ഉണ്ടാവില്ല. 15 വർഷമായി ആ വീട്ടിൽ ആ മീറ്റർ കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരാളോടും നമ്മൾ അപമര്യാദയായിട്ട് നമ്മൾ പെരുമാറിയിട്ടില്ല. അവർ മീറ്റർ വന്ന് എടുക്കും, റീഡിങ് എടുക്കും, പിന്നെ ബില്ലെടുത്തിട്ട് പുറത്ത് മേശപ്പുറത്ത് വെച്ച് അവർ പോലെ, അവരെ കാണൽ പോലും ഇല്ല ഞങ്ങൾ അവർ ഉപദ്രവിക്കാൻ. പിന്നെ നമ്മളെ ഭാഗത്തുനിന്ന് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഉറപ്പല്ലേ ഉമ്മ? ഉമ്മ തന്നെ ഇത് ഉറപ്പ് കൊടുക്കുകയാണ് KCB ഉദ്യോഗസ്ഥർക്ക്. ഇതല്ല ആ ഉറപ്പല്ല, പണം അടച്ച ഉണ്ടായിട്ടില്ല. കണക്ഷൻ കൊടുത്ത ശേഷമാണ് അക്രമം ഉണ്ടായത്. കണക്ഷൻ കൊടുത്താണ് മക്കൾ പോയി അക്രമം ഓഫീസിൽ പോയി തല്ലി അടിച്ചില്ലേ? അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അല്ല മിനിസ്റ്റർ, അത് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയ ശേഷമല്ലേ അക്രമം നടന്നത്? കറക്റ്റ് ഉമ്മ. മിനിസ്റ്റർ ചോദിച്ചത് ഇതാണ്, കണക്ഷൻ കിട്ടിയതിന് ശേഷം ഈ കാര്യം അന്വേഷിക്കാൻ പോയിട്ടാണ് ഈ അക്രമം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ആ കേസിന്റെ കാര്യം പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചാൽ മതിയായിരുന്നു, KCB പോയി അന്വേഷിക്കേണ്ടായിരുന്നു അല്ലേ മക്കൾ? അത് കേസ് ഇങ്ങനെ പേപ്പറിൽ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കേസ് എടുത്തത് എന്നുള്ളത് ചോദിച്ചിട്ടേ ഉള്ളൂ അവിടെ പോയിട്ട്. പക്ഷെ അത് ഒരു അപകടകരമായ കാര്യമായിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുറന്ന് സംസാരിക്കുന്നുണ്ടേ, ഇപ്പോൾ പൊതുജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾക്കെതിരെ കേസ് കൊടുത്താൽ അയാളുടെ വീട്ടിലേക്ക് വീണ്ടും കയറി പോകുമ്പോൾ നമുക്ക് അയാളെ സംരക്ഷിക്കാൻ പറ്റില്ല. കാരണം അയാൾ വീണ്ടും ഒരു കുറ്റകൃത്യം കൂടി ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചാൽ മതി, ഞങ്ങളൊന്നും ചെയ്തില്ല, നിയമപരമായി അതിനെ നേരിട്ടാൽ മതിയായിരുന്നു അല്ലേ? അതങ്ങനെയല്ല ചെയ്തത്. ഇപ്പം ഇങ്ങനെയാണ് അതിനകത്തൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ബോധ്യമായും മറിയുമ്മ. ഇനി അവിടെ എന്താ നടന്നെന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു, ശരി, അത് നിയമപരമായി നേരിടാം. പക്ഷേ ഇപ്പോൾ മിനിസ്റ്റർ പറയുന്ന ഒരു കാര്യം, ഇനി ഉദ്യോഗസ്ഥർ അവിടെ എത്തിയാൽ ആരും അവരെ ബുദ്ധിമുട്ടിൽ ആക്കരുത്. കാര്യം ഈ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം പ്രധാനപ്പെട്ടതാണ്. ഇവരൊക്കെ വളരെ ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ഉറപ്പുമ്മ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവർ കൃത്യമായിട്ടും വന്ന കണക്ഷൻ ഉടൻ തന്നെ ഇട്ടുതരും.
അത് നമ്മളെ വീട്ടിൽ വന്നാൽ അങ്ങനെ ഉപദ്രവിക്കൂല. മിനിസ്റ്റർ, ഇതിപ്പോ പൊതുജന മാധ്യമത്തിലൂടെയാണല്ലോ പറയുന്നത് മിനിസ്റ്റർ. കാരണം ഇവരിനി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് കറണ്ട് ഇല്ലാതെ ഇവരെല്ലാം മക്കളോ ബന്ധുക്കളോ വന്ന് ആക്രമിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പോലീസിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമല്ലോ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അഭിപ്രായം ചോദിക്കേണ്ടത് സാധിക്കുന്നതാണ് തോന്നുന്നത്. ഇവരൊരു ഉറപ്പ് കൊടുക്കണമല്ലോ. ഈ അമ്മയല്ലല്ലോ കുഴപ്പമുണ്ടാക്കിയത്, മക്കളല്ലേ. മക്കളും ബന്ധുക്കളല്ലേ വന്ന് സുഹൃത്തുക്കളല്ലേ കുഴപ്പമുണ്ടാക്കിയത്. അത് ഇനിയും ചെയ്യില്ല എന്ന് എങ്ങനെയാ നമുക്ക് ഉറപ്പ് പറയാം? ഒരു പ്രശ്നം എന്താ അറിയോ മിനിസ്റ്റർ, കാര്യം ഇപ്പോൾ മിനിസ്റ്റർ KSEBയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ച ഞാനത് ചൂണ്ടിക്കാണിക്കാം അങ്ങയോട്, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവർ ബില്ല് അടച്ചു കഴിഞ്ഞു. അപ്പോൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ വിച്ഛേദിക്കാൻ, അതും ഈ അച്ഛൻ്റെ പേരിലാണ് കണക്ഷൻ ഉള്ളത്, മകൻ്റെ പേരിലല്ല. അപ്പോൾ മകൻ്റെ പേരിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ശരി, ഇത് നമുക്ക് ഈ ആക്രമിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഇൻഡിഗോ ഒക്കെ വിലക്കുന്നുണ്ടല്ലോ, അതേപോലെയൊക്കെ ചെയ്താൽ ഒരു പൊതുസമൂഹത്തിന് സപ്പോർട്ട് കിട്ടും. പക്ഷേ അച്ഛൻ്റെ പേരിലാണ്, അച്ഛൻ വയ്യാത്തൊരു രോഗിയാണ്. അപ്പോൾ ബില്ല് അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി നമുക്ക് കണക്ഷൻ വിച്ഛേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ നിയമപരമായി? അതെ, എന്നുവെച്ചാൽ ബില്ല് അടച്ച ശേഷം, അടച്ച് കണക്ഷൻ കൊടുത്ത ശേഷമാണ് ഈ അക്രമം ഉണ്ടായത്. അതെ, കണക്ഷൻ കൊടുത്ത ശേഷം അക്രമം ഉണ്ടായത്. അത് ഇനിയൊന്നും ആവർത്തിക്കില്ല എന്ന് പറയണ്ടേ? അതാരാ പറയേണ്ടത്? ഈ ആക്രമിച്ചവർ പറയണ്ടേ? അല്ല, പക്ഷെ അവർ പ്രതികളാണ്, അവരെ പോലീസാണ് കൈകാര്യം ചെയ്യേണ്ടത് മിനിസ്റ്റർ. KSEBക്ക് അങ്ങനെയുള്ള അധികാരം ഇല്ലല്ലോ. നമുക്ക് അവരെ ഏതെങ്കിലും തരത്തിൽ നടപടി അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടണ്ടേ? അവര് വീണ്ടും വന്ന് അക്രമം ഉണ്ടാക്കിയാൽ ഈ ജീവനക്കാരെന്ത് ചെയ്യും? ഉമ്മ മക്കൾ വന്ന് വീണ്ടും അക്രമം ഉണ്ടാക്കത്തില്ല എന്താണ് ഉറപ്പ് എന്നാണ് മിനിസ്റ്റർ ചോദിക്കുന്നത്. അവരങ്ങനെ അക്രമം ഉണ്ടാക്കുന്നവരല്ല. അവർ അക്രമം ഉണ്ടാക്കാൻ പോയിട്ടുമില്ല. അക്രമം ഉണ്ടാക്കാതെ ഓരോ പേരിൽ കേസ് വന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കാൻ മക്കളുടെ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു ഉമ്മ. അത് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ പറയാം. കാരണം കേസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ KSEB ഓഫീസിൽ പോയി അത് ചോദിക്കാൻ പോകണ്ടായിരുന്നു. അവിടെ പോയപ്പോഴാണല്ലോ പിന്നെ സംഘർഷങ്ങൾ ഉണ്ടായത്. അവിടെ എന്താ നടന്നതെന്നുള്ളത് ഇനി പോലീസ് കണ്ടെത്തട്ടെ, നമുക്കതിലേക്ക് ഒരു വിധിയിലേക്ക് പോകണ്ട. അപ്പോൾ അതിലൊരു വീഴ്ച സംഭവിച്ചു, ശരി, ആ വീഴ്ച സംഭവിച്ചു, മക്കൾ അവിടെ പോകാൻ പാടില്ലായിരുന്നു, മക്കൾക്കെതിരെ നടപടി വരുന്നുണ്ട്. പക്ഷേ മിനിസ്റ്റർ ചോദിക്കുന്നത് ആ വീഴ്ചയിൽ ഇനി വീണ്ടും ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കിട്ടിയാൽ പ്രശ്നങ്ങളില്ല എന്നാണ്. അത് പോലീസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആ പോലീസ് അങ്ങനെ ഒരു മറുപടി നൽകിയാൽ കണക്ഷൻ തരാമെന്നാണ്. അപ്പോൾ ഉമ്മ മക്കളോട് പറയൂ, ഇപ്പോൾ ഇത് മക്കൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ കാണുന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു ഉറപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിനിസ്റ്റർക്ക് വേറെ പ്രശ്നമില്ല, KSEBക്ക്. നമ്മളെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പം ഈ ബില്ലടച്ചതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കി മക്കളവിടെ പോയിട്ടെന്ന് പറഞ്ഞു മന്ത്രി. പക്ഷേ ഈ വാപ്പൻ്റെ പേരിലുള്ള ഈ കണക്ഷൻ ഒരു ഒഴിവാക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ? അതാണ് മിനിസ്റ്റർ നമുക്ക് സംഭവിച്ചു വീഴ്ച നമ്മൾ ചൂണ്ടിക്കാട്ടി. മിനിസ്റ്റർ KSEBയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് വൈകാരികമായ ഒരു റിയാക്ഷൻ ആണോ എന്നുള്ളതാണ് സമൂഹം സംശയിക്കുന്നത്. ഇപ്പോൾ കണക്ഷൻ കൊടുക്കാൻ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കണക്ഷൻ കൊടുക്കാൻ പോയാൽ അവിടെ അക്രമം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് വേണ്ടേ? ആ ഉറപ്പ് നമുക്ക് ഇപ്പം അമ്മ തരുന്നു, അച്ഛൻ തരുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആളുകളും അമ്മയും അച്ഛനും തന്ന ശേഷമാണ് ഈ അക്രമം ഉണ്ടായത്. അല്ല, അമ്മയും അച്ഛനും കണക്ഷൻ കൊടുത്ത ശേഷമാണ് ഈ അക്രമം ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധപ്പെട്ടവരുടെ അവര് മക്കള് പറയണ്ടേ? മക്കള് അച്ഛനും അമ്മയും കൊടുത്തു, ഞങ്ങൾക്ക് അറിയില്ല പറഞ്ഞ് പിന്നെയും മകനിപ്പോ റിമാൻഡിലാണ്. എനിക്കൊന്നും ഇവർ രണ്ടുപേരും ഇപ്പൊ ഇവര് ജയിലിലാണെന്ന് തോന്നുന്നു അല്ലേ ഉമ്മ? മക്കളിപ്പോ ജയിലിലാണോ? അതെ, അത് വന്നു കഴിഞ്ഞാലും ഈ ചെയ്യുന്നു തോന്നിയാൽ ഇവർക്കൊരു ഉറപ്പ് ആരെങ്കിലും കൊടുക്കണ്ടേ? അല്ല, പക്ഷേ മിനിസ്റ്റർ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അജ്മൽ ചെയ്ത കുറ്റത്തിന് അജ്മലിന്റെ പിതാവിനെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. മിനിസ്റ്റർ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു, ഇവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ട് എന്നുള്ളതും നമ്മൾ അംഗീകരിച്ചു. പക്ഷേ ശിക്ഷിക്കണം എന്നല്ല, പിതാവിന് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്യുന്നത്. അല്ല, ഈ പിതാവും മാതാവും അസുഖബാധിതരാണ്, അവരുടെ പേരിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ പിതാവ് ഗൂഢാലോചന നടത്തിയെന്ന് FIR-ൽ ഇല്ല. അതിനെങ്ങനെയല്ലല്ലോ അവിടെ പോയി അക്രമം കണക്ഷൻ കൊടുത്ത ശേഷം. അല്ല, ഞാൻ പറയട്ടെ, കണക്ഷൻ കൊടുത്ത ശേഷം ഈ അക്രമം ഉണ്ടാക്കാൻ പാടുണ്ടോ? അത് ന്യായീകരിക്കാനേ കഴിയില്ല മിനിസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറിയുമ്മയുടെ മക്കൾക്ക് വീഴ്ച സംഭവിച്ചു, അതുകൊണ്ടാണ് നിയമ നടപടി നേരിടുന്നത്. സംസാരിച്ചിട്ട് അത് ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് കിട്ടിയാൽ തീർച്ചയായും ചെയ്യും ജീവനക്കാരെ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ആ കണക്ഷൻ, കാര്യം ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേ, കാര്യം ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രതിഷേധത്തിലേക്ക് ഒക്കെ കിടക്കുകയാണ്. നമ്മൾ എന്തിനാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തുമ്പ കൊണ്ടെടുക്കേണ്ടത്? കുറിച്ചൊരു ധാരണ വേണ്ടേ?
അല്ല മിനിസ്റ്റർ, ഒരു പ്രശ്നം അതെ, എന്താണെന്ന് വെച്ചാൽ അതാണ് ചെയ്തത്. ഇപ്പോൾ കണക്ഷൻ കൊടുത്ത ശേഷം പോയി അവിടെ ഉണ്ടാക്കാൻ പാടുണ്ടോ? ശരി, നടപടി എടുത്തു, നമ്മൾ അയാളെ ജയിലിലാക്കി, അത് പോയി ചെയ്യേണ്ടത് ജയിലിലാക്കി. പക്ഷെ ഇനി ഈ കുടുംബത്തിന് കണക്ഷൻ കൊടുക്കാമല്ലോ. ഇല്ല, അതെ, ഇനി അവർ ഇറങ്ങി വന്നാൽ ചെയ്യുന്ന ടൈപ്പുകളാണോ എന്നുള്ളത് പോലീസിന്റെ ഒരു ഭാഗത്തു നിന്നൊരു ഇത് വേണ്ടേ? ഇനിയും വന്ന എൻ്റെ അച്ഛനമ്മനെ ഉപദ്രവിച്ചു പറഞ്ഞ് പിന്നെയും ചെയ്താൽ, ഇനി നാളെ കണക്ഷന് പോയാൽ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരു ഇത്. പക്ഷേ മിനിസ്റ്റർ, ഈ ഉമ്മയും വാപ്പയും അതിനെന്ത് പിഴച്ചു എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. കൊടുക്കാൻ പറയാം. അല്ല, ഈ ഉമ്മയും വാപ്പയും എന്ത് പിഴച്ചു എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ പൊതുസമൂഹം. അതെന്നെ ചോദിച്ചു. ഉമ്മയും ബാപ്പയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്തത്. അവർ ഉമ്മയും ബാപ്പയുടെയും പ്രശ്നത്തിന്റെ പേരിലല്ലേ ഇപ്പോൾ സംഭവമൊക്കെ നടന്നത്. ഉമ്മയും ബാപ്പയും അവരെ മക്കളെ നിയന്ത്രിച്ചാൽ മതി. ഉമ്മയും ബാപ്പയുടെ പേരിലല്ല പ്രശ്നങ്ങൾ നടന്നത്. ഓക്കെ, അപ്പം മക്കളെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി എന്നാണ്. എന്തായാലും മിനിസ്റ്റർ, ഇവർ ജയിലിലാണ്. ഇനി ബാക്കി എന്ത് പറയുമ്പോഴും പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഒരു പ്രശ്നം. കാര്യം ഇതിൽ പകുതി KCBയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നത് അച്ഛന്റെ പേരിൽ കണക്ഷൻ ആയതും മകൻ അച്ഛനെ ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ. അവര് ജീവനക്കാർ രാത്രിയില്ല പകലില്ലാണ്ട് കണക്ഷനൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ അവർക്കൊരു സംരക്ഷണം കിട്ടുന്നില്ല പറഞ്ഞാൽ അവര് വരുമോ? അല്ല മിനിസ്റ്റർ, ഇപ്പൊ ഇന്നിപ്പോ കണക്ഷൻ കൊടുക്കുന്നതിന് ഈ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമില്ലല്ലോ. കാര്യം ഉച്ചയ്ക്ക് ഇവർ പോയി കൊടുക്കുക, ഞങ്ങളടക്കമുള്ള പ്രതിനിധികളും അവിടെ ഉണ്ട്. അവർ ഉറപ്പ് തരട്ടെ, ഈ മക്കൾ ഇറങ്ങിയാൽ ഇനിയും കണക്ഷൻ കൊടുത്താൽ ജീവനക്കാരനെ പിടിച്ച് തല്ലില്ല എന്നുള്ളത് എങ്ങനെ അറിയാ? ഉറപ്പ് പറയാ? ആരെങ്കിലും ഉറപ്പ് പറയണ്ടേ? അല്ല, അത് ഉമ്മയും വാപ്പയും ഉറപ്പ് നൽകുന്നുണ്ട്. ഉമ്മയും ബാപ്പയും എവിടെ ഉറപ്പ് നൽകുന്നത്? നിങ്ങൾ കേട്ടല്ലോ സംസാരത്തിൽ തന്നെ. നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ലേ മിനിസ്റ്ററോട്? കാര്യം ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത്. മിനിസ്റ്റർ സംസാരിക്കാൻ വേണം. ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയോടുകൂടിയാണ് അവിടെ ആക്രമണം നടത്തിയത്. അതെ മിനിസ്റ്റർ, ഒരു നിമിഷം. മിനിസ്റ്റർ പറയുന്നത് ഈ റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയാലും KCB ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ ബുദ്ധിമുട്ടിക്കില്ല, അവരെ ഉപദ്രവിക്കില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾ രണ്ടുപേരും നൽകിയാൽ KCBക്ക് തൽക്കാലം നിങ്ങളോടുള്ള പ്രശ്നം അവസാനിക്കും, കണക്ഷൻ കിട്ടുകയും ചെയ്യും. ഉപദ്രവിക്കില്ല മിനിസ്റ്റർ, നമുക്ക് ഇത്രയല്ലേ പറയാൻ പറ്റും. ഉമ്മയല്ലേ, നമുക്ക് ഇനി ഇതിനപ്പുറം. മാത്രമല്ല, ഇത് നിയമപരമായി നമുക്ക് ഇങ്ങനെ പറയാൻ പോലും കഴിയില്ലല്ലോ. കാരണം അത് പോലീസാണ് ഉറപ്പ് വരുത്തേണ്ടത്. നമ്മൾ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ ശരിയല്ല. കാര്യം കുറ്റം ചെയ്തിരിക്കുന്നത് അവരുടെ കുട്ടികളാണ്. നമുക്ക് ഏതായാലും മിനിസ്റ്റർ അതിനകത്തൊരു മനുഷ്യത്വപരമായ സമീപനം മിനിസ്റ്റർ എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. മിനിസ്റ്ററുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. ആ പരിശോധനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഉച്ചയോടുകൂടി തന്നെ കണക്ഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷ. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു ഉമ്മ. അപ്പോൾ ആ പ്രശ്നത്തിന് താൽക്കാലികമായൊരു പരിഹാരം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മിനിസ്റ്ററുമൊക്കെ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. മിനിസ്റ്റർ പറഞ്ഞ പ്രശ്നത്തിലും ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥർ വളരെ ബുദ്ധിമുട്ടിയാണ് KCBയുടെ പല മേഖലകളിലും സെക്ടറുകളിലും ജോലി ചെയ്യുന്നത്. അവർ മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ അവർ വന്ന് നമുക്ക് വൈദ്യുതി നൽകുന്നവരാണ്. അപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും KCB അതിനെതിരെ പ്രതികരിക്കും. മന്ത്രിയുടെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർന്നു പോകരുത് എന്നുള്ളതുമാണ്. അതുകൊണ്ട് മന്ത്രി അങ്ങനെ സംസാരിച്ചോ, പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മറിയുമ്മയുടെ മക്കൾക്ക് എന്ന കാര്യവും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാര്യം തിരിച്ച് വീണ്ടും KCB പോയി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതൊരു നിയമവ്യവസ്ഥയുള്ള നാടല്ലേ. അപ്പോൾ എന്തായാലും ഉമ്മയും വാപ്പയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഇനി കുട്ടികൾ ഉപദ്രവിക്കില്ല, അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നിയമപരമായ ഒരു തടസ്സവുമില്ല KCBക്ക് കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ KCB